ഇത് നമ്മൾ കനലാണത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോണ്ടിരിക്കട്ട. മഞ്ഞപ്പൊടി ഈ കലത്തിൽ വെച്ച് കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുക ഒട്ടും ചട്ടിക്കകത്ത് വെക്കൊന്നുമില്ല. കലത്തിൽ വെക്കുമ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ചൂട് കിട്ടിക്കോളും. പിന്നെ നല്ല രീതിയിൽ കനൽ ഉള്ളതുകൊണ്ട് നമ്മൾ വെക്കുന്ന എന്ത് ചവറായാലും അത് മൊത്തം എരിഞ്ഞ് തീരും. കറക്റ്റ് നമ്മൾ അടിയിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ തൊണ്ടും ഇപ്പോൾ കനലാണിത് മൊത്തം തൊണ്ടും വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. നല്ല രീതിയിൽ പുകയും. ഒരു രാത്രി അധിക സമയം ഇരുന്നുകൊണ്ട് പുകയും. ഇച്ചിരി നനഞ്ഞതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇരുന്നുകൊണ്ട് എരിഞ്ഞു പോകും. നല്ല രീതിയിൽ ഇരുന്ന് എരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇത് ഉണങ്ങിയതാണ്. നനഞ്ഞതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എരിഞ്ഞു പുകയുന്നതാണ്. നല്ല രീതിയിൽ പുകയുന്നതാണ്. കുന്തിരിക്കയില്ല. ഇച്ചിരി കുന്തിരിക്കോട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ മഞ്ഞളോട് മാത്രമേ ഉള്ളൂ കാര്യം. അവർ നല്ലൊരു മൂട്ടിലോട്ട് പഠിച്ചെടുത്തു പോകും. ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ആട്ടുംകൂടിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. പുകയെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. കലവ ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ പോയിച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചെറിയ മഴയും കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ ചെറിയ ഒന്നൊറ്റയായിട്ട് മഴയുണ്ട്. ഇപ്പോൾ തണുപ്പുണ്ട്. രാത്രിയാണെങ്കിലും ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് രാത്രി നമ്മൾ പോയിച്ച് കൊടുക്കുന്നതാണ്. അതായത് ഈ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഈ കനലിനകത്തൊട്ടിട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ അവർ ശ്വസിക്കുന്നതിലൂടെ അവർ ഈ പുക മൂക്കിലോട്ട് വലിക്കുമ്പോഴത്തേക്ക് ഈ മഴയും കാര്യങ്ങളൊക്കെ തണുപ്പടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഈ മൂക്ക് ഒലിപ്പ് ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ രാത്രി ഒരു പരിധി വരെ, അതായത് ഏറെ നേരം, അതായത് പിന്നെ ഒത്തിരി രാത്രിയായാലും ഈ കനപ്പുള്ളത് കൊണ്ട് അവർക്ക് ചെറിയ ചൂടും കിട്ടും. കൊതുകിൻ്റെ ശല്യവും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ ഇതിനു വേണ്ടി ചെയ്യുന്നത്. കൊതുകിൻ്റെ ശല്യവും കുറഞ്ഞ് കിട്ടും.